Hello dear students, welcome back to EduValley 2.0. അപ്പോൾ +2 ഇക്കണോമിക്സ് പഠിക്കുന്ന അതായത് ഹ്യൂമാനിറ്റീസ് ആൻഡ് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലെയും കൊമേഴ്സിലെയും സ്റ്റുഡൻസ് എല്ലാവരും എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ടല്ലോ. നിങ്ങൾ മോഡൽ എക്സാമിനും ഇനി വരുന്ന ഫൈനൽ എക്സാമിനും മസ്റ്റായി പഠിക്കേണ്ട ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ മിസ് പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണമുണ്ട്, പ്രോബ്ലംസ് മിസ് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആണ് ചെയ്യുക. അപ്പോൾ 8 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെ ഒക്കെ പ്രോബ്ലംസുകളായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻസ് ആയി 10 അത് മസ്റ്റാണ്. 100% നിങ്ങൾ പഠിക്കണം. 100% പഠിക്കണം. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ റിപ്പീറ്റഡായി മിസ് പറഞ്ഞു കൊടുത്ത് ഓൺലൈൻ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു കൊടുത്ത് തഴമ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ്. സോ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എല്ലാവരും ഈ 10 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നോക്കാം കേട്ടോ. ചിലപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചെടുക്കാനും മറക്കരുത്. ഇനി വരുന്ന മാർച്ചിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് നിങ്ങൾ വരയ്ക്കാനും പഠിക്കണം, എന്താണ് എഴുതാനും നിങ്ങൾ പഠിക്കണം. അപ്പോൾ എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, അതാദ്യം മനസ്സിലാക്കുക. നമ്മളോട് ചോദിക്കുക കൺസ്യൂമറിൻ്റെ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ ഏതാണെന്നാണ് നമ്മളോട് ചോദ്യം ചോദിക്കുക. സോ അതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? ഒപ്റ്റിമം ചോയ്സ് ഓഫ് കൺസ്യൂമർ എന്താണെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങളുടെ മൈൻഡിൽ പോകേണ്ടത് എന്താണ്? കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. ഇത് മൈക്രോ ഇക്കണോമിക്സിലെ ചാപ്റ്റർ 2 ആണ് മൈക്രോ എക്കണോമിക്സിൽ. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് നമുക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് ഇത് എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടേ? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് എഴുതണം. ഇതെന്താണ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ where the consumer get maximum satisfaction, അല്ലെ? കൺസ്യൂമറിന് നല്ല മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പോയിന്റ് ആണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് നമ്മൾ വിളിക്കുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ഇൻഡിഫറൻസ് കർവ്, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിഫറൻസ് കർവും അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ്. ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് ആ ടാൻജൻ ചെയ്യുന്ന പോയിന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് സെൻറ്റൻസ് വൈസ് നിങ്ങൾക്ക് എഴുതാം. ഇവിടെയാണ് ഹൈയസ്റ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമർ കിട്ടുന്നത്. ഇത് ജസ്റ്റ് എഴുതി വെച്ചാൽ മാത്രം മതിയാവോ? ഇല്ല, നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ കർവ് വരച്ച് വെക്കുക. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൻ്റെ കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുന്നു. ഇൻഡിഫറൻസ് കർവ് ഒരു 3 എണ്ണമൊക്കെ വരയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ രണ്ടാമത്തെ ഇൻഡിഫറൻസ് കർവുമായി അറ്റാച്ച് ചെയ്തിട്ടൊരു ബഡ്ജറ്റ് ലൈൻ നിങ്ങൾ വരയ്ക്കുക. ഇവിടെ ഒരു പോയിന്റ് എന്ന് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് IC1 ഇൻഡിഫറൻസ് കർവ് 1, IC2 ആൻഡ് IC3. ഈ ബഡ്ജറ്റ് ലൈന് കൂട്ടിമുട്ടുന്നതിനൊരു പേര് കൊടുക്കുക, A and B എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ ഒരു പോയിന്റുകൾ ഉണ്ടല്ലോ, അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു Cയും Dയും നമുക്ക് മെൻഷൻ ചെയ്യാം. ദെൻ ഒറിജിൻ കൊടുക്കുക. ഇത്രയും കംപ്ലീറ്റ് ചെയ്താലാണ് ഇവിടെ ഗുഡ് 1 ആണ് നമ്മൾ എഴുതുക, ഇവിടെ ഗുഡ് 2 ആണ് നമ്മൾ എഴുതുക. എന്നിട്ട് ജസ്റ്റ് വരച്ച് വെച്ചാൽ മാത്രം പോരാ. ഇപ്പോൾ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് 2 മാർക്സ് 3 മാർക്സ് ഒക്കെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ വരച്ച് വെച്ചതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ്? ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്. എന്താണ്? ഇവിടെയാണ് നമ്മുടെ കൺസ്യൂമറിനെ IC2ലാണ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, അല്ലേ? ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ IC2ൽ കിട്ടുന്ന കാരണമാണ് ഈ നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ് ആയത്. അപ്പോൾ ഡിയും സിയും എന്താണ്? ഇക്വിലിബ്രിയം പോയിന്റ് അല്ല. നമ്മൾ പർച്ചയിലെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക കൺസ്യൂമറിൻ്റെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. പക്ഷെ അറ്റാച്ച് ചെയ്യുന്ന പോയിന്റ് നോക്കുമ്പോൾ ആണ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സിയും ഡിയും എടുത്തുകൂടാ? അത് IC1 ആണ്. നമുക്ക് ഒന്നും കൂടി നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുക IC2ലാണെന്ന് എഴുതാം. പിന്നെ നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിച്ച ഇൻഡിഫറൻസ് കർവ് ജസ്റ്റ് സെപ്പറേറ്റ് ഒന്ന് വരച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഈ ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് എഴുതി വെച്ച് കൊടുക്കാം. ഇൻഡിഫറൻസ് കർവ് എന്താണ്? ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്.
കോൺവെക്സ് ടു ഒറിജിൻ ആണ്. പിന്നെ എന്ത് കൊടുക്കാം? ഹയസ്റ്റ് ഇൻഡിഫറൻസ് കർവ് ആണ് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്, ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നതെന്ന് എഴുതാം. പിന്നെ നമുക്ക് എഴുതാം ദേ ഡു നോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ എന്ന് വെച്ചാൽ എന്താ? അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുന്നില്ല, അത് നമുക്ക് എഴുതാം. അങ്ങനെയാണ്. പിന്നെ ബഡ്ജറ്റ് ലൈൻ നമ്മൾ പറഞ്ഞത് ബഡ്ജറ്റ് ലൈൻ എന്താന്ന് അല്ലെ? ബഡ്ജറ്റ് ലൈൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ച് കൊടുക്കുക. ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഒക്കെ ഒന്ന് എഴുതി വെച്ച് കൊടുക്കുക. 8 മാർക്കിന് ചോദിച്ചാലാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ജസ്റ്റ് എഴുതി വെച്ച് കൊടുത്ത് ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന വെൻ ബഡ്ജറ്റ് ലൈൻ ഈസ് ടാൻജന്റ് ടു ദ ഇൻഡിഫറൻസ് കർവ് വേർ ദ പോയിന്റ് ഗെറ്റ് കൺസ്യൂമർ ഒപ്റ്റിമം ചോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതി ഇതേപോലെ കർവുകളൊക്കെ വരച്ചു വെച്ചാലാണ് ഈ മാർക്ക് കിട്ടുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലെ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കും. ഇതാണ് ഫസ്റ്റ്. ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്താണ്? കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം ആണ്. ഇത് പഠിക്കാത്തവരാരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാ എക്സാമിനും. സെക്കൻഡ് വൺ നിങ്ങൾ പഠിക്കേണ്ടത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഡയറക്റ്റ് ചോദിക്കും, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷന് 3 കണ്ടീഷൻസ് ആണുള്ളത്. ആ 3 കണ്ടീഷൻസ് നിങ്ങൾ പഠിക്കണം. 3 കണ്ടീഷൻസ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ ഓരോ കണ്ടീഷനും എഴുതിയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അതായത് ഫസ്റ്റ് കണ്ടീഷൻ എഴുതും, അപ്പൊ അതിന്റെ കർവ് ഒന്ന് വരയ്ക്കും. സെക്കൻഡ് കണ്ടീഷൻ എഴുതും, അപ്പൊ അതിന്റെ കർവ് ഒന്ന് വരയ്ക്കും. ദെൻ തേർഡ് കണ്ടീഷൻ എഴുതും, അപ്പൊ അതിന്റെ കർവ് വരയ്ക്കും. എന്നിട്ട് മൂന്ന് കർവും കൂടി ഒരുമിച്ചൊരു കർവ് വരയ്ക്കും. അങ്ങനെ എഴുതുന്നവരും ഉണ്ട്. നമുക്ക് മെയിൻ ആയിട്ട് ഒന്നും പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ മിസ് പറയുന്ന ഒരൊറ്റ കർവെങ്കിലും പഠിക്കാം. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഫസ്റ്റ് കണ്ടീഷൻ പ്രൈസ് ഈക്വൽ ടു MC, P is equal to MC ആണ് ഫസ്റ്റത്തത്. അതായത് മാർജിനൽ കോസ്റ്റും പ്രൈസ് ലൈനും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ MC curve should cut MR curve from below. അതായത് നമ്മുടെ MR കർവിനെ ആര് കട്ട് ചെയ്യണം? MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം. MR curve ഫ്രം ബിലോ. ഇങ്ങനെയുമുണ്ട് കണ്ടീഷൻ. ഇതല്ലാതെ വേറെയുണ്ട്. MC ഷുഡ് ബി ഇൻക്രീസിങ്, അതായത് കൂടിക്കൊണ്ടിരിക്കണം. MC കർവ് ഇൻക്രീസിങ് ആവണം, ഡിക്രീസിങ് ആവരുത്. അങ്ങനെയുണ്ട് ആ പോയിന്റ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് ലൈനെ ഷുഡ് ബി ഈക്വൽ ഓർ greater than minimum point of AVC. അതാണ് അടുത്തത്. minimum point of AVC. ഇതാണ് അടുത്ത പോയിന്റ്. ഇത് മൂന്നും ഇതേപോലെ കണ്ടീഷൻസ് പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് വൈസ് വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ ഇതിൽ ഇപ്പൊ P = MC അങ്ങനെ ഏതെങ്കിലും പ്രൈസ് ലൈൻ ഷുഡ് ബി ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് കർവ് അങ്ങനെ എഴുതാം. പിന്നെ MC curve ഷുഡ് കട്ട് MR curve ഫ്രം ബിലോ, താഴെ നിന്ന് കട്ട് ചെയ്ത് വരണം. അല്ലെങ്കിൽ MC ഷുഡ് ബി ഇൻക്രീസിങ്, MC curve ഇൻക്രീസിങ് ആയിരിക്കണം. മൂന്നാമത്തത് പ്രൈസ് ലൈന് ഷുഡ് ബി ഈക്വൽ ഓർ മിനിമം പോയിന്റ് ഓഫ് AVC കർവിന്റെ മിനിമം പോയിന്റിനേക്കാൾ കൂടുതലോ ഒപ്പമോ ആയിരിക്കണം. ഇത് 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരൊറ്റ ഫിഗർ മിസ് വരച്ചു തരാം. ഇങ്ങനെയും നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഒരു പ്രൈസ് ലൈൻ വരയ്ക്കുന്നു. ഈ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് എന്തെന്നെയാണ്? MR ആണ് അല്ലെ? അതേപോലെ AR ആണ്. രണ്ടും സെയിം ആണ്, AR MR. ഇനി എന്ത് ചെയ്യുക? ഒരു SMC കർവ് താഴ്ന്ന് മേലോട്ട് വരയ്ക്കുക. കണ്ടോ? SMC. ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആണ്. ഒന്ന് P = MC. കണ്ടോ? ഇവിടെ ഈ ഒരു പോയിന്റിലെ പ്രൈസ് ലൈനും MC കർവും ഓക്കെ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? MC കർവ് ഇൻക്രീസിങ് തന്നെയാണ്. അത് അടിയിൽ നിന്ന് പ്രൈസ് ലൈനെ കട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ MR കർവിനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? AVC കർവ്. ഇതിന്റെ താഴേക്കായിട്ട് നിങ്ങളൊരു AVC കർവ് വരച്ചെടുക്കണം. ഇങ്ങനെ ഒരു AVC കർവ് വരച്ചെടുക്കുക. ഇതാണ് AVC കർവിന്റെ മിനിമം പോയിന്റ്. ഇതിനേക്കാൾ കുറച്ച് മുകളിലാണ് പ്രൈസ് ലൈൻ. അങ്ങനെ പ്രൈസ് ലൈൻ കുറച്ച് മുകളിലായിരിക്കണം. ഓക്കെ. ഇനി ഒരു ആവറേജ് കോസ്റ്റ് കർവും കൂടി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒന്ന് വരച്ചെടുക്കാം. ഒരു ആവറേജ് കോസ്റ്റ് കർവും കൂടി വരച്ചെടുക്കാം. അതിനെക്കൊണ്ട് വലിയ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് അവിടെ എന്തുണ്ട്? ഈ എന്താ പറയുക, ഈ ഒരു പോർഷൻ മുതൽ ഈ ഒരു പോർഷൻ വരെയാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കാണിക്കാൻ നമുക്കതിനൊരു ആവശ്യമാണ്. ഓക്കെ. പ്രൈസ് ലൈൻ അങ്ങനെ ഒരു ആവശ്യമാണ്.
അപ്പോൾ ഇതാണ് 3 പോയിന്റും കൂട്ടി. ഇപ്പൊ ഇത് വരച്ചില്ലെങ്കിലും, ഇപ്പൊ മിസ് ഈ ഡോട്ട് ഇട്ടത് വരച്ചില്ലെങ്കിലും ഈ ഒരു ഒറ്റ കർവ് വരച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇതാണ് ഇവിടെ നമ്മൾ എക്സ് ആക്സിസ് 0, എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇതിപ്പോ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ, ഇതിപ്പോ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉള്ളതായിട്ടുണ്ട്. 3 കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്, ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. ഇത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഓരോന്നിനും ഓരോ കർവ് നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. പിന്നെ മാത്രമല്ല പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സും കൂടി ചോദിക്കും കേട്ടോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സും കൂടി നിങ്ങളൊന്ന് പഠിച്ചത് എഴുതി വെച്ച് കൊടുക്കണം. എങ്കിലും നമുക്ക് 8 മാർക്ക് അവിടെ ഓക്കെ ആവുള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് പഠിക്കുക ഈ 2 മാർക്ക്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദെൻ പിന്നത്തെ മിസ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മൂന്നാമത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ മെഷേഴ്സ് ഓഫ് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും 2 മെഷേഴ്സ് ആണ് നമ്മളോട് ചോദിക്കാറ്. നിങ്ങൾക്ക് 3 മെഷേഴ്സ് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം. നമുക്ക് സാധാരണ 2 മെഷേഴ്സ് അവർ ഡെഫിനറ്റ് ആയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് 3 മെത്തേഡുകളാണുള്ളത്. ഒന്ന് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ വാല്യൂ ആഡഡ് മെത്തേഡാണ്. GDP കണ്ടുപിടിക്കാനുള്ളത്. അവിടെ ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഈച്ച് എൻ്റയർ പ്രൊഡക്ഷൻ യൂണിറ്റ്, എല്ലാ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെയും ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് മെത്തേഡ് ഏതാ, അവിടെ സം ഓഫ് GVA ഈ ഒരു ഇക്വേഷൻ നമ്മളവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇതാണ് GDP പറ്റി നമുക്ക് കാണാനുള്ള ഇക്വേഷൻ. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ നമ്മൾ എന്താണ്, എല്ലാ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻസസും കൂട്ടിയിട്ടാണ്. നമ്മളെല്ലാ ഫേമിൻ്റെ കൺസംഷൻ ആണ്, ഫേമിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഹൗസ് ഹോൾഡിൻ്റെ കൺസംഷൻ ആണ്, ഗവൺമെൻറ്റിൻ്റെ G ആണ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് X-M ആണ്. ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ GDP കണ്ടുപിടിക്കുക ഈ ഒരു ഭാഗം. പിന്നെ മൂന്നാമത്തെ മെത്തേഡ്, 2 മെത്തേഡാണ് ചോദിക്കുള്ളൂ. മൂന്നാമത്തെ മെത്തേഡ് ഇൻകം മെത്തേഡാണ്. ഇൻകം മെത്തേഡിൽ നമ്മൾ കംപ്ലീറ്റ് ഇൻകങ്ങളാണ് കൂട്ടുക. അതായത് വേജസ്, റെൻറ്റ്, ദെൻ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അപ്പം അങ്ങനെ 3 ടൈപ്പ് ഇവിടെ പഠിക്കണം. എല്ലാം നമ്മളൊരു 3-4 സെൻറ്റൻസ് എങ്കിലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടണം. ഏതൊക്കെയാണ്? പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ഇൻകം മെത്തേഡ് കേട്ടോ. ആ 3 മെത്തേഡ് നിങ്ങൾ പഠിച്ചിരിക്കുക. പ്രൊഡക്റ്റ് മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ്. ചിലപ്പോൾ 2 ആവും എക്സ്പ്ലനേഷൻ ചോദിക്കുക. കൂടുതലും ഇൻകം എക്സ്പെൻഡിച്ചറാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടില്ല. അപ്പോൾ അത് പഠിക്കുക. 4മതായിട്ട് ഫങ്ഷൻസ് ഓഫ് മണി. ഫങ്ഷൻസ് നമുക്ക് പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസിൽ എന്താ പറയുക, നമ്മുടെ മെഷർ ഓഫ് വാല്യൂ, അതുപോലെ തന്നെ സ്റ്റോർ ഓഫ് വാല്യൂ, ദെൻ അതൊക്കെയാണ് നമുക്ക് പ്രൈമറിയിൽ വരിക. പേയ്മെൻറ്റിൻ്റെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് നമുക്ക് മണി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള മണിയുടെ കുറച്ച് ഫങ്ഷൻസ് പഠിക്കാം. സ്റ്റോർ ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡെഫേർഡ് പേയ്മെൻറ്റ്, ഫ്യൂച്ചർ ഡെഫേർഡ് പേയ്മെൻറ്റിനുള്ള മെയിൻ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫങ്ഷൻസ് ഓഫ് മണി പഠിക്കുക. ഷോർട്ടസ്റ്റ് ക്വസ്റ്റൻ ആണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. എന്താണ്? കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, ഇഷ്യൂവിങ് കറൻസി, ബാങ്കർ ടു ദ ഗവൺമെൻറ്. നമ്മുടെ സെൻട്രൽ ബാങ്കായ RBIയുടെ ഒരു 4-5 ഫങ്ഷൻസ് പഠിക്കുക കേട്ടോ. എന്തൊക്കെയാണ്? ഫോറിൻ കറൻസിയുടെ കസ്റ്റോഡിയൻ ആണ്, സൂക്ഷിപ്പുകാരനാണ്. ഗവൺമെന്റിന്റെ ബാങ്കാണ്. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, നമുക്ക് ലാസ്റ്റ് വായ്പ കിട്ടുന്നത് ആരുടെ നിന്നാണ്? RBI എന്നാണ്. ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കാണ്. ഇഷ്യൂയിങ് കറൻസി ഇഷ്യൂ ചെയ്യുന്നു. മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നു. അതൊക്കെ സെൻട്രൽ ബാങ്കിന്റെ ഫംഗ്ഷൻസിൽ പെടും കേട്ടോ. ദെൻ കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്. ബഡ്ജറ്റിൽ നമുക്ക് 2 കമ്പോണൻസ് ആണ് വരുന്നത്. ക്യാപിറ്റൽ റിസീപ്റ്റ് ഉണ്ട്, റവന്യൂ ബഡ്ജറ്റും ഉണ്ട്. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ റവന്യൂവും, അതുപോലെ റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീപ്റ്റ്സും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാണിക്കുക. ടെക്സ്റ്റ് വൈസ് ഉണ്ട് കേട്ടോ. ദെൻ പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് RBI ഫോർ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ RBI കുറച്ച് പോളിസികളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ക്വാളിറ്റേറ്റീവും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്. അതിൽ ബാങ്ക് റേറ്റ് പോളിസി ഉണ്ട്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, വാരിയിങ് റിസർവ് റേഷ്യോ, അതൊക്കെയാണ് അതിൻ്റെ ആൻസർ വരിക കേട്ടോ. അതായത് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നതാണ്. ലോൺ കൊടുത്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്നതാണ് ബാങ്ക് റേറ്റ് പോളിസി. ദെൻ CRR, SLR അതൊക്കെ. ദെൻ മൂന്നാമത്തത് ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ബോണ്ടുകളെല്ലാം പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, അതാണ് ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷനിൽ വരിക. ദെൻ വേരിയിങ് റിസർവ് റേഷ്യോസ്, പിന്നെ മോറൽ സുവേഷൻ, അതൊക്കെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ആണ്. അപ്പോൾ പോളിസി ഇൻസ്ട്രുമെന്റ് ഓഫ് RBIയും പഠിക്കണം. ഇത് ചിലപ്പോൾ ഇൻഫ്ലേഷന്റെ സമയത്ത് കൂട്ടും കുറയ്ക്കും അങ്ങനെയുള്ളതും കൂടി നിങ്ങൾ അതിൽ എഴുതി വെക്കണം, എങ്കിലും നമുക്ക് ആ മാർക്ക് കിട്ടുള്ളൂ.
ദെൻ എട്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ആണ്. ഇത് നമുക്കൊരു 4 മാർക്ക് 5 മാർക്കിനാണ് ചോദിക്കുക. അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇത് മാക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഫേം, 2 സെക്ടർ ഇക്കോണമിയാണ്. ഫേമും ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡും ഉണ്ട്. 2 സെക്ടേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ഫേമും പിന്നെ ഒന്ന് ഹൗസ് ഹോൾഡും. ഇനി ഇവരെന്താ ചെയ്യുന്നത്? ഹൗസ് ഹോൾഡ്, നമ്മൾ വീട്ടുകാരെ സാധനങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങും? ഫേമിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ കിട്ടും അല്ലേ? അതൊരു ഏരോ മാർക്ക് ഇട്ട് അപ്പം തന്നെ അവിടെ എഴുതി വെക്കുക. എന്താണ് ഇത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. നമുക്ക് ഗുഡ്സും സർവീസസും ആരാണ് നമുക്ക് തരുന്നത്? നമ്മുടെ ഫേമാണ്. ഫേം എന്ന് വെച്ചാൽ എന്താ? കമ്പനികൾ ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് തരും. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് തരുമ്പോൾ നമ്മൾ തിരിച്ചവർക്ക് എന്ത് കൊടുക്കണം? വെറുതെ തരും, കാശ് കൊടുക്കണ്ടേ? സോ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കും? ഗുഡ്സ് ആൻഡ് സർവീസസ് തരുന്നതിൻ്റെ പകരമായിട്ട് എക്സ്പെൻഡിച്ചർ ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയൂ കേട്ടോ. അതായത് ഗുഡ്സും സർവീസസും വാങ്ങാനുള്ള കാശ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഫേം ഇവർക്ക് ഈ പണിക്ക് ആവശ്യമുള്ള ആൾക്കാരെ, ഇപ്പോൾ തൊഴിലാളികളെയും കാശൊക്കെ ഹൗസ് ഹോൾഡ് ആർക്ക് കൊടുക്കേണ്ടതിന് പകരം നമ്മളെ ഫേമിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫാക്ടർ സർവീസസ് കൊടുക്കുന്നത് ആരാണ്? ഫേമാണ്. ഫാക്ടർ സർവീസസ് കൊടുക്കുന്നുണ്ട്. അതിന് പകരം ഇപ്പൊ പണിക്കാർ വന്നു കഴിഞ്ഞാലും അതിന് ശമ്പളമൊക്കെ കൊടുക്കണ്ടേ? അപ്പൊ അത് ആരാ നമുക്ക് തിരിച്ചു കൊടുക്കുന്നത്? ഫേം. ഇവർക്ക് പകരം ഫാക്ടർ സർവീസസ് വരുന്നുണ്ടെങ്കിൽ കൂടിയും പകരം ഇവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? ഫേം ഫാക്ടർ പേയ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇവർ തരുന്നതിന് പകരം അതിനുള്ള ഫാക്ടർ പേയ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഈ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകമിൽ കുറേ കാര്യങ്ങളോട് നമ്മൾ എഴുതാനായിട്ടുണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസസും എക്സ്പെൻഡിച്ചറും ഒക്കെയാണ്. ഫാക്ടർ സർവീസസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഇതിന് പകരം എന്ത് കൊടുക്കും? വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, റെന്റ്. ഓക്കെ, ഇത് കൊടുക്കും. ഇനി ഇതിൽ എന്തുണ്ട്? 2 മാർക്കറ്റുകളുണ്ട്, 2 ഫ്ലോകളുണ്ട്. 2 മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഗുഡ്സുകളാണ്, പ്രൊഡക്റ്റുകളാണ് വിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ പ്രോഡക്റ്റ് മാർക്കറ്റ് എന്ന് വിളിക്കും. കാരണം എന്താ? ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഫാക്ടറികളാണ് അല്ലേ? ഫാക്ടർ സർവീസസ് ആൻഡ് ഫാക്ടർ പേയ്മെന്റ്. അതുകൊണ്ട് നമ്മളിതിനെ ഫാക്ടർ മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. ഈ ഒരു സെക്ഷന് ഫാക്ടർ മാർക്കറ്റും ഇവിടെ പ്രൊഡക്റ്റ് മാർക്കറ്റും. ഈ ഇതിൽ പൈസ ഒഴുകുന്ന വഴികൾ ഏതൊക്കെയാണ്? ഏത് വഴിയിൽ പൈസ ഒഴുകുന്നത്? ഇതാ എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ്സ്. ഇതെന്താണ്? അപ്പോൾ ഇത് മണി ഫ്ലോ ആണ്. ഇവിടെ നമ്മൾ കാശാണ് കൊടുക്കുന്നത്. ഇവിടെ എവിടെ കാശ് കൊടുക്കുന്നത്? രണ്ടാമത്തെ ഈ വഴിയല്ലേ? അപ്പൊ ഇതാണ് മണി ഫ്ലോ. ഇനി മണി ഒഴുകാത്ത റിയൽ സാധനങ്ങൾ കൊടുക്കേണ്ട എവിടെ? ഇതാ. അപ്പൊ ഇത് റിയൽ ഫ്ലോ. റിയലി സാധനങ്ങളാണ്. ഇതെന്താണ്? റിയലി ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇത് റിയൽ ഫ്ലോ ആണ്. കണ്ടോ? അപ്പോൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എഴുതുമ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതണം. 2 ഫ്ലോകളുണ്ട്, 2 മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ് ഫാക്ടർ സർവീസസ് ഒക്കെ നമ്മൾ വരയ്ക്കുക. അപ്പം തന്നെ എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. ഇവിടെ ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എഴുതിയിട്ട് ഇവിടെ എക്സ്പെൻഡിച്ചർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എഴുതണവരും ഉണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഒരു സെക്ഷൻ നിങ്ങൾ ഒരു സെറ്റായിട്ട് പഠിക്കുക. പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഒരു സെക്ഷനും കൊടുക്കുക, ഫാക്ടർ മാർക്കറ്റിന് ഒരു സെക്ഷനും കൊടുക്കുക. അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് പ്രൈസ് ഫ്ലോറും പ്രൈസ് സീലിങ്ങും എന്താണെന്ന് പഠിക്കണം. ഓക്കെ, ഇത് രണ്ടും ഗവൺമെന്റിന്റെ മെഷേഴ്സ് ആണ്. അതായത് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ 5 ആണെന്ന് തോന്നുന്നു. മൈക്രോയിലെ 5th ചാപ്റ്റർ ആണ്. ഇവിടെ എന്താണ് പ്രൈസ് ഫ്ലോർ, എന്താണ് പ്രൈസ് സീലിംഗ് എന്ന് ചോദിക്കും. രണ്ടിനും കർവ് വരയ്ക്കാനുണ്ട്. അപ്പൊ പ്രൈസ് ഫ്ലോർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കി വെക്കാം. പ്രൈസ് സീലിംഗ് നോക്കി വെക്കാം നമുക്ക് ആദ്യം. വേണ്ട, പ്രൈസ് ഫ്ലോർ നോക്കാം. തൊട്ട് താഴെ ചെയ്താലോ. അപ്പൊ പ്രൈസ് ഫ്ലോർ എന്താന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഒരു കർവ് വരയ്ക്കാം. പ്രൈസ് ഫ്ലോർ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു ഡിമാൻഡ് കർവും ഒരു സപ്ലൈ കർവും വരച്ചിട്ട് ഇക്വിലിബ്രിയം ആയിട്ട് ഇങ്ങനെ നിർത്താം. ഇതാണ് നമ്മുടെ സപ്ലൈ കർവ്, ഇതാണ് നമ്മളെ ഡിമാൻഡ് കർവ്. ഇവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇതാണ് നമ്മുടെ പ്രൈസ്, ഇതാണ് നമ്മുടെ ക്വാണ്ടിറ്റി. ഈ ടൈമിൽ ഈ പ്രൈസിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് ആർക്ക് ബുദ്ധിമുട്ട് തോന്നും? നല്ല ഹൈ പ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഹൈ പ്രൈസ് ആകുമ്പോൾ നമ്മളെ കോമൺ മാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പർച്ചേസ് ദ നോർമൽ പ്രോഡക്ട്സ്. നോർമൽ ഗുഡ്സ് വാങ്ങാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവിടെ ആര് വരികയാണ്? ഗവൺമെൻറ് വരികയാണ്. ഗവൺമെൻറ് വിൽ ഇൻറ്റർഫിയർ ഇൻ ദ മാർക്കറ്റ്. ഗവൺമെൻറ് വന്ന് ഇടപെടാൻ പോവാണ്. ഒരു ഗവൺമെൻറ് എന്ത് ചെയ്തു? ഈ പ്രൈസിൽ നിന്ന് ഒരു ലോ പ്രൈസ് ആയിട്ട് ആരെഴുതി? ലോ പ്രൈസ് ആയിട്ട് നമ്മുടെ സാധനങ്ങൾ എഴുതി. ഇത് പ്രൈസ് സീലിംഗ് ആണ് കേട്ടോ പറയുന്നത്. പ്രൈസ് സീലിംഗ് ആണ് പറയുന്നത്, പ്രൈസ് ഫ്ലോർ അല്ല കേട്ടോ. പ്രൈസ് സീലിംഗ് വരാം.
ഓക്കെ, പ്രൈസ് സീലിംഗ് ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് പ്രൈസ് ഫ്ലോർ പറയാം. ഓക്കെ, പ്രൈസ് എന്നിട്ട് എന്ത് ചെയ്തു, ഗവൺമെൻറ് വന്നിട്ട് ഇത്രയും വലിയ വിലയിൽ വാങ്ങാൻ പറ്റില്ല പറഞ്ഞിട്ട് ഗവൺമെൻറ് പ്രൈസ് കുറച്ച് താഴത്തേക്ക് ആക്കിയിട്ട് P1 ആക്കി. അപ്പം എന്തായി, സാധനങ്ങൾ എവിടെ വരെ വാങ്ങാം, ഇവിടെ വരെ ആൾക്കാർ വാങ്ങി. ഇപ്പം ഡിമാൻഡ് കൂടി. കണ്ടോ, ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെയാണ് നമ്മൾ പ്രൈസ് സീലിംഗ് എന്ന് പറയാം. പ്രൈസ് സീലിംഗ് എന്ന് വെച്ചാൽ എന്താണ്, പ്രൈസ് നല്ല കൂടുതലായിരുന്നപ്പോൾ ഗവൺമെൻറ് വന്നിട്ട് പ്രൈസ് കുറച്ചു. ഇത് ഗവൺമെൻറ് ആരെ പ്രൊട്ടക്റ്റ് ചെയ്തു, പ്രൊട്ടക്റ്റ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇത് ലെസ് ദാൻ, അവരെന്ത് എമൗണ്ടാ കുറിച്ച, ലെസ് ദാൻ പ്രൈസ് ഓഫ് മാർക്കറ്റ്, ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ ഒന്ന് കുറച്ച് വെച്ചു. ഇത് കൂടുതലും നെസസറി കമ്മോഡിറ്റീസിനാണ് ഗവൺമെൻറ് ചാർജ് ചെയ്യുക. നെസസറി നമുക്ക് നല്ല അത്യാവശ്യമാണ് വാങ്ങേണ്ടത്, അവർക്കാണ് നമ്മൾ നോക്കാം. ഇത് ചെയ്തപ്പോൾ എന്താ ഉണ്ടായത്, ഇവിടെ എക്സസ് ഡിമാൻഡാണ് സംഭവിച്ചത് അല്ലേ. ഡിമാൻഡ് കൂടി, സാധനങ്ങളുടെ വില കുറഞ്ഞപ്പോൾ ഇവിടെയായിരുന്നു സപ്ലൈ, അത് ഇവിടെയായി. അപ്പോൾ എന്താണ് ഈ ഒരു പോർഷൻ നമുക്ക് എക്സസ് ഡിമാൻഡായി. ഓക്കെ, ഇവിടെ നമുക്ക് വന്നതാണ് എക്സസ് ഡിമാൻഡ് വന്നു. കണ്ടോ, ആൾക്കാരൊക്കെ സാധനങ്ങൾ കൂടുതൽ വാങ്ങി. ഇനി പ്രൈസ് ഫ്ലോർ എന്തായിരിക്കും, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ കൺസ്യൂമറിനെയാണ് പ്രൊട്ടക്ട് ചെയ്തത്, ഇവിടെ നമ്മൾ ആരെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത്, പ്രൊഡ്യൂസേഴ്സിനെ ആയിരിക്കും. നോക്കി നോക്കാം, ഇതേപോലെ ഒരു ഡിമാൻഡും ഒരു ഇതും വരയ്ക്കാം, ഒരു സപ്ലൈ കർവും ഒരു ഡിമാൻഡും വരയ്ക്കാം. ഇതാണ് ഇക്വിലിബ്രിയം പോയിന്റ് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന പ്രൈസ് ഗവൺമെൻറ് എന്ത് ചെയ്തു, കൂട്ടി. കാരണം എന്താ, ഇവിടെ നമ്മളെ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണെന്നറിയോ, പ്രൊഡ്യൂസേഴ്സിനാണ്. കണ്ടോ, P1 ആക്കി, ഇവിടെ ഇൻക്രീസ് ആക്കി. ഇവിടെ എന്തിനാ ഇൻക്രീസ് ആക്കിയിട്ടുണ്ടാവുക, പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. വില കുറയുമ്പോൾ അവർക്ക് എപ്പോഴും നഷ്ടമാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ പ്രൊഡ്യൂസേഴ്സ്, ഇവിടെ ഗവൺമെൻറ് എന്താ ചെയ്തത്, പ്രൈസ് ഫ്ലോറിലെ ഗവൺമെൻറ് പ്രൊട്ടക്ട് പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തു. ഇവിടെ ഗവൺമെൻറ് എന്താ ചെയ്ത്, ഹയർ പ്രൈസ് ആക്കി അല്ലേ, ഹയർ പ്രൈസ് ദാൻ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതൽ വലിയൊരു പ്രൈസിലേക്ക് ഗവൺമെൻറ് എത്തിച്ചു. ഇത് കൂടുതലും ലക്ഷറി പ്രൊഡക്ട്സിനൊക്കെയാണ് ആക്കുക, നല്ല വലിയ അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജനറലി അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിനെയാണ് ഇങ്ങനെ വില കൂട്ടുക. കാരണം അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണ് എപ്പോഴും വില കുറഞ്ഞിട്ട് പ്രൊഡ്യൂസേഴ്സിനൊക്കെ നഷ്ടം ഉണ്ടാക്കാറ്. അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ഇവിടെ എക്സസ് സപ്ലൈ ആണ് വന്നത്. കണ്ടോ, ഇവിടെയാണ് സപ്ലൈ, ഇവിടെയാണ് ഡിമാൻഡ്. സോ ഈ പോർഷനാണ് എക്സസ് സപ്ലൈ. ഓക്കെ, ഇതാണ് പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും. ഡെഫിനറ്റ് ആയിട്ട് പഠിക്കുക. ഡിഫറൻസ് ചോദിച്ചാലും ഇതുപോലെ എഴുതി വയ്ക്കുക, ഇതുപോലെ ജസ്റ്റ് വരച്ച് വയ്ക്കുക കേട്ടോ, മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഷോർട്ടായിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് എക്സാമിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. ദെൻ നെക്സ്റ്റ് വണ്ണാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ? മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് വാരിയബിൾ ഇൻപുട്സ് കൂട്ടും തോറും നമുക്ക് മാർജിനൽ പ്രോഡക്റ്റും ടോട്ടൽ പ്രോഡക്റ്റും ഒരു പരിധി വരെ കൂടുള്ളൂ. അതിനുശേഷം അത് പിന്നീട് എന്ത് ചെയ്യും, കുറയാനായിട്ട് തുടങ്ങും, മെല്ലെ മെല്ലെ ഡിക്ലൈൻ ആവും. ഈ ഒരു നിയമത്തെയാണ് നമ്മൾ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ നമ്മൾ വിളിക്കുന്നത്. എന്താണ്, വാരിയബിൾ ഇൻപുട്ട് കൂട്ടും തോറും നമ്മുടെ മോർ ആൻഡ് മോർ, ഷോർട്ടായിട്ടാണ് മിസ് ചെയ്യുന്നത് കേട്ടോ. മോർ ആൻഡ് മോർ വാരിയബിൾ ഇൻപുട്സ് ആർ ആഡഡ്. നമ്മൾ വാരിയബിൾ ഇൻപുട്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൂട്ടും തോറും എന്താ സംഭവിക്കുക, മാർജിനൽ പ്രോഡക്റ്റ് ആൻഡ് ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ് ആവറേജ് പ്രോഡക്റ്റ്, ഇത് മൂന്നും ഇൻക്രീസിങ് ഓൺലി എ ഫ്യൂ ടൈം, കുറച്ച് നേരം ഇൻക്രീസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് ദേ വിൽ സ്റ്റാർട്ട് ടു ഡിക്ലൈൻ. അവരെന്ത് ചെയ്യും, കുറയാനും ഇല്ലാതാവാനും തുടങ്ങും. ഈ ഒരു നിയമത്തിനെയാണ് നമ്മൾ വാരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മൾ ഡിമിനിഷിങ് വാരിയബിൾ പ്രൊപ്പോർഷനൊക്കെ നമ്മൾ ഇതിനെ വിളിക്കും. ഇതിന് നിങ്ങളൊരു കർവ് വരയ്ക്കാനായിട്ട് പഠിക്കാനായിട്ടുണ്ട്. എന്താണ്, ആദ്യം നമ്മൾ ഒരു ടോട്ടൽ പ്രോഡക്റ്റ് വരയ്ക്കുന്നു, ഇതാണ് TP. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്ക് വരയ്ക്കണം, ഇതാണ് MP.
ദെൻ ഇവിടെ നിന്ന് നമ്മളെ ഇവർ ഒരു നേരെ ഒരു സാധനം വരയ്ക്കാം. ഇതാണ് AP. ഇവിടെ 3 സ്റ്റേജസ് ഉണ്ട്. 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഇവർ കൂട്ടിമുട്ടുന്ന ഒരു സ്റ്റേജസ് ഉണ്ട്. കണ്ടോ, ഇവർ ഈക്വൽ ആവുന്ന TPയും MPയും ഈക്വൽ ആവുന്നത് ഫസ്റ്റ് സ്റ്റേജാണ്. ദെൻ 0യിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്, ഒരു സ്റ്റേജസ് ഉണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജാണ്. പിന്നെ ഇത് തേർഡ് സ്റ്റേജാണ്. ഇനി 3 സ്റ്റേജസും 3 സ്റ്റേജസ് ഉണ്ട്. ഈ സ്റ്റേജസിന് പേരുണ്ട്. ഫസ്റ്റത്തെ സ്റ്റേജ് ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയില്, രണ്ടാമത്തെ സ്റ്റേജ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയില്, മൂന്നാമത്തെ സ്റ്റേജ് നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ. ഈ ഇൻക്രീസിങ്ങിൻ്റെ സമയത്ത് എന്താ, എല്ലാം ഇൻക്രീസ് ആവണം. TP ഇൻക്രീസ് ആവുന്നു, MP ഇൻക്രീസ് ആവുന്നു, AP ഇൻക്രീസ് ആവുന്നു. ഡിമിനിഷിങ് എത്തുമ്പോഴോ എല്ലാം മെല്ലെ മെല്ലെ കുറയുന്നു. കണ്ടോ, കംപ്ലീറ്റ് നല്ല നമ്മൾ കുറയുന്നു. നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ അവിടെ MP എന്താവാണ്, നെഗറ്റീവിലേക്ക് എത്തി, 0യും കടന്ന് നെഗറ്റീവിലേക്ക് എത്തി. ഇതാണ് ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 4 മാർക്സ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഒരു 8 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഇത് വരച്ചതിന് 2 മാർക്ക് കിട്ടും, എന്താണ് ഇതിന് 1 മാർക്ക് കിട്ടും, 3 സ്റ്റേജ് 1 മാർക്ക്, നമ്മൾ 4 മാർക്കാണ് കിട്ടുക. പക്ഷെ നമുക്കിത് 8 മാർക്കിന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതണം. മിസ് പറഞ്ഞ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതരുത്. ജസ്റ്റ് ഒരു ലൈനേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ 10 ചോദ്യം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ 10 ചോദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഏതൊക്കെയാണ്? ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ പഠിക്കണം, ദെൻ പ്രൈസ് സീലിങ്ങും പ്രൈസ് ഫ്ലോറും പഠിക്കണം, സർക്കിൾ ഓഫ് ലോ ഓഫ് ഇൻകം പഠിക്കുക, പിന്നെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടത്. അതിനുശേഷം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ, ദെൻ കൺസ്യൂമർ എക്വിലിബ്രിയം കേട്ടോ. ഈ 10 ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജയിക്കാം. എങ്ങനെയും ജയിക്കാൻ തോന്നുന്നു. കാരണം ഇതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആണ്. ഇനി മോഡൽ എക്സാം അല്ലെങ്കിലും നമുക്ക് ഫൈനൽ എക്സാമിനെങ്കിലും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.